കനത്ത മഴയിൽ മണ്ണിടിഞ്ഞ് 3 വീടുകൾ അപകടാവസ്ഥയിൽ. വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ ചെറുവായൂർ കക്കാട്ടിരിയിലാണ് സംഭവം. അടുത്താഴ്ച ഗൃഹപ്രവേശനം തീരുമാനിച്ച വീടും അപകടത്തിലായിട്ടുണ്ട്. റോഡിനു മുകളിലെ മണ്ണിടിച്ചുള്ള പ്രവൃത്തിയാണ് അപകടത്തിന് കാരണമായത്. പഞ്ചായത്തിലും വില്ലേജിലും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും വീട്ടുകാർ പറയുന്നു. ബുധനാഴ്ച രാത്രി പെയ്ത കനത്ത മഴയിലാണ് വലിയ നാശനഷ്ടമുണ്ടായത്. വാഴയിൽ കക്കാട്രി അൻവർ ഷെരീഫ്, കക്കാട്രി മഹേഷ്, അബ്ദുൾ റസാഖ് എന്നിവരുടെ വീടുകളാണ് അപകടാവസ്ഥയിലായത്. കക്കാട്രി ഭാഗത്തെ റോഡിനു മുകളിലായി കുന്നിടിച്ച് പുതിയ വീട് നിർമ്മാണം നടക്കുന്നുണ്ട്. മലമുകളിൽ നിന്ന് വന്ന വെള്ളമടക്കം കുത്തിയൊലിച്ചു വന്നതോടെ ഇവിടെയുള്ള മണ്ണ് റോഡിൽ നിറയുകയും മഴവെള്ളം വഴിതിരിഞ്ഞ് മഹേഷിന്റെ വീടിനടുത്തെത്തുകയുമാണുണ്ടായത്. ഇതോടെ മതിലിടിഞ്ഞ് 3 വീടുകൾ അപകടാവസ്ഥയിലായി. പ്രവൃത്തിക്കെതിരെ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയുണ്ടായില്ലെന്ന് വീട്ടുകാർ പറയുന്നു. പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലൊക്കെ പരാതി കൊടുത്തിട്ടൊന്നും ഇതൊരു നടപടി ഉണ്ടായില്ല. ഇയാൾക്കെതിരെ എന്റെ മതിൽ കെട്ടണം എന്ന് പറഞ്ഞിട്ട് ഓരൊക്കെ വന്നു നോക്കി പോയി എന്നല്ലാതെ ഒന്നും ചെയ്തില്ല. എന്റെ പോരെ പൊളിച്ചു, താഴെ കണ്ട പൊളിച്ചു, മുന്നും പൊളിച്ചു, ഒക്കെ പൊളിച്ച്. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ എനിക്ക് നീതി കിട്ടിയില്ല. 3 കൊല്ലായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വീട് അതൊക്കെ ആകെ പോയത്. ഞാൻ നിന്റെ മക്കളോട് എന്ത് സമാധാനം പറയും? 7 കൊല്ലായിട്ട് ഞാൻ വാടകയ്ക്ക് നിൽക്കുക. അതാണ് ഇയാളെ ഒറ്റ അഹങ്കാരം കൊണ്ട് ഈ മതിലൊന്നായിട്ട് ഇടിച്ച് എന്റെ പുര ഒന്നായിട്ട് പൊളിഞ്ഞു പോയത്. വില്ലേജ് ഓഫീസിൽ ഞാൻ 4 വട്ടം പരാതി കൊടുത്തു. പഞ്ചായത്തിൽ ഞാൻ 4-5 പ്രാവശ്യം പരാതി കൊടുത്തു. ഞാനും മക്കളും ഞാൻ ആത്മഹത്യ ചെയ്യുള്ളൂ. എന്റെ കുടുംബം എനിക്ക് വേറെ ഒരു മാർഗമില്ല. അത്രയും കടണ്ടെങ്കിൽ ബാങ്കിലും ലോണൊക്കെ എടുത്തിട്ട് എല്ലാവർക്കും ഞാൻ പരാതി കൊടുത്തിട്ട് ഒരു നടപടി, ഒരു നീതി ഇന്ന് വരായിട്ട് ഉണ്ടായില്ല. സ്റ്റേഷനിൽ ഇയാൾ പറഞ്ഞു ഞാൻ എനിക്ക് മതിൽ ഞാൻ ഒന്ന് കെട്ടിക്കൊടുക്കാന്ന്. ഇന്ന് വരെ എന്താ കെട്ടി തന്നില്ല. ഇന്നലെ വൈകിട്ട് ഒരു 5 മണി 5:30 കൂടിയിട്ടാണ് എൻ്റെ വീടിൻ്റെ താഴ്ഭാഗം മണ്ണിടിച്ചിലുണ്ടാണ്. മണ്ണിടിഞ്ഞിട്ട് താഴെയുള്ള വീട്ടുകാരൻ്റെ ഭാഗത്തേക്ക് ഇടിഞ്ഞു വീഴുകയും അവരെ ജനൽ ഉൾപ്പെടെയുള്ള പൊട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ പ്രദേശത്ത് 3ഓളം വീടുകൾക്കാണ് കേടുപാടുകൾ ഉണ്ടായിട്ടുള്ളത്. അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് മേലെ ഭാഗത്ത് ഒരു വീട്ടുകാരൻ വീടുണ്ടാക്കാൻ വേണ്ടി അനധികൃതമായി നിർമ്മാണം നടത്തി അതിൽ നിന്നുള്ള മണ്ണ് ഒലിച്ച് റോഡിലേക്ക് വരികയും വെള്ളം ഉൾപ്പെടെ അത് ഓവർഫ്ലോ വന്ന് പുറത്തേക്ക് വന്ന് താഴെ ഭാഗത്തേക്ക് പതിക്കുകയാണ് ചെയ്തത്. 4ഓളം ആളുകളുടെ സ്ഥലങ്ങളാണ് ഇടിഞ്ഞു പോയിട്ടുള്ളത്. നിലവിൽ 2 വീടുകൾ സാരമായ രീതിയിൽ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഏത് സമയവും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാവുന്ന രീതിയിലാണുള്ളത്. നേരത്തെ തന്നെ വീടിന് മുകളിലേക്കിട്ട് അപകട ഭീഷണിയുണ്ടെന്നും അവിടെ അനധികൃതമായി മണ്ണ് നിറച്ചതിനെതിരെ പരാതി നൽകിയിരുന്നതായും ഇവർ പറയുന്നു. എന്നാൽ വില്ലേജ് അധികൃതരടക്കം കർശനമായ നടപടി സ്വീകരിച്ചില്ല എന്നാണ് കുടുംബങ്ങൾ പറയുന്നത്. വീട് അപകടത്തിലാണെന്നും അപകടം ഒഴിവാക്കാൻ സർക്കാർ സഹായം വേണമെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടു. ഈസ്റ്റ് ലൈവ്, എടവണ്ണപ്പാറ.